അങ്ങനെ അതും പറഞ്ഞ സിദ്ധു ഭയങ്കര ചിരിയായിരുന്നു. അപ്പൊ ചുരുക്കം പറഞ്ഞ ആളൊരു വേന്ദ്രനാണ്. ചില സമയത്തുണ്ടല്ലോ സിദ്ധു ഭയങ്കര കോമഡിയാ. അവിടുത്തെ കുഴിപ്പുറത്തെ അച്ഛനും അമ്മേനെ വരെ മാറും. അടിപൊളി. ഇങ്ങനെ കാര്യം പറഞ്ഞോണ്ടൊന്നും കേക്ക് കഴിക്കാൻ പാടില്ല. ചിലപ്പോ തൊണ്ടക്കുരുങ്ങ് അറിയാല്ലേ, വേറെ ബോളിലോട്ട് ചിലപ്പോ. അവിടെ അത് നിന്നെ പോലെ ആർത്തി പിടിച്ച് തിന്നുമ്പോഴേ തൊണ്ടേ കുടുങ്ങുന്ന പ്രശ്നമൊക്കെ ഉള്ളൂ. പിന്നെ ആര് കഴിച്ച്? നീ കഴിച്ചില്ലേ? ഇല്ല. ശരിക്കും കഴിച്ചില്ലേ? ഇല്ലടി. അശ്ശോ എടാ, കേക്ക് തീർന്ന്. മൊത്തം തീർന്നാ? വേറെ ഇരിപ്പില്ല? എന്ത് കേക്ക് മൊത്തം ഇവര് തിന്നു തീർത്തുന്നു. കൊള്ളാ പിള്ളേരെ. എന്താ അവന് കൊടുക്കാഞ്ഞ? അവന് കൊടുക്കണോന്ന് അറിയില്ലായിരുന്നു നിങ്ങക്ക്? അയ്യോ, ഞാൻ വിചാരിച്ച അമ്മ അവന് കൊടുത്തു കാണുന്നു. വലിയ പീസ് കേൾക്കായിരുന്നില്ലേ? വലിയ പീസ് ചെറുതാക്കിയല്ലേ എനിക്ക് നീ തന്നത്. അയ്യോടാ, ഇനിയിപ്പൊ എന്ത് ചെയ്യും? നീ കേക്ക് കുറിച്ചപ്പോ എവിടെയായിരുന്നു? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എവിടെ ഉണ്ടായിരുന്നെന്ന്? ബാത്റൂമിൽ ഉണ്ടായിരുന്നു. ആ, അതാണ് എന്നെ കാണാന്. സാരല്ല കേശു, പ്ലം കേക്ക് കഴിക്കാനുള്ള യോഗം വിചാരിച്ചാൽ മതി. കൊള്ളാലോ, യോഗ ഇല്ലെന്നാ? അവൻ ഒരു കഷ്ണം മാറ്റി വെക്കായിരുന്നല്ല, അല്ല അവനെ കുറിച്ചൊന്നും ഓർക്കായിരുന്നല്ല കഴിച്ചപ്പോ? അതൊന്നുമില്ല, എന്നിട്ട് കുറ്റം പറയായിരുന്നിട്ട്. ഇനിയിപ്പോ ഞങ്ങളെ കുറ്റം പറയണോ? അല്ലാതെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരുന്ന് കഴിച്ചു വന്നപ്പോഴത്തേക്കും തീർന്നു പോയമ്മ, അതുകൊണ്ടാ. അവനൊന്നും കുഴപ്പമില്ല അമ്മേ, ദേവൻ കൂളായിട്ട് നിക്കണ കണ്ടില്ലേ? നീ കുറെ പ്ലം കേക്കിന് മുന്നേ തിന്നിട്ടുള്ളതല്ലേടാ? അത് തന്നെ. പിന്നെ അമ്മയായിട്ട് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാണ്ടിരുന്നാൽ മതി അല്ലേ? കൊള്ളാൻ പിള്ളേരെ നിങ്ങള്. കഷ്ടം തന്നെ നിങ്ങളെ കാര്യം. അമ്മ കൂടുതലൊന്നും പറയണ്ട. അമ്മയ്ക്ക് കേക്കിന്റെ കഷ്ണം കിട്ടിയപ്പോഴത്തേക്ക് അമ്മ ഇവന് കൊടുക്കണമെന്ന് ചിന്തിച്ചാ? ഓർത്താ അവന്റെ കാര്യം? ഇനി എന്റെ പുറത്തേക്ക് കയറുന്നീ. ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചല്ലേ അവൻ എവിടെയെന്ന്. അവനെ എവിടെയെന്നല്ലേ ചോദിച്ചുള്ളൂ, അതുകൊണ്ട് അവനെടുത്ത് കൊടുക്കുന്ന അവൻ വരണ വരെ വെയിറ്റ് ചെയ്തൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞാ ഇതൊക്കെ നിങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ടോ? പറയാണ്ട് തന്നെ ചെയ്യേണ്ട കാര്യമല്ലേ? എല്ലാരും കൂടെ കരയിപ്പിക്കല്ലേ? അയ്യേ, അവന് ഈ സാറ് കേസിലൊന്നും കരയൂല. വല്ലാത്ത മനക്കെട്ടിയാണ് അവനല്ലേ? ഈ കാര്യത്തിൽ അമ്മേനെ കുറ്റം പറയല്ലേ കേട്ടാ. അപ്പൊ നമ്മളെ കുറ്റം പറയാനാ? അമ്മ ഓരോന്ന് പറഞ്ഞ അവൻ എരി കയറ്റല്ലേ അമ്മ? കുറച്ച് കഴിയുമ്പോൾ അവൻ ചിന്തിച്ചു തുടങ്ങും. രാവിലെ ഞങ്ങൾക്ക് പ്രസാദം തരാതെ ഇവൻ ഒറ്റയ്ക്ക് കഴിച്ചല്ലോ, അപ്പൊ ഇവന് പണി കൊടുത്താണ് ഞങ്ങൾ ഒറ്റയ്ക്ക് കേക്ക് തിന്നുകൊണ്ട്. അയ്യോ, അത് ശരിയാ കേശുവേ, നീ അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കില്ലേട്ടാ. അങ്ങനെയൊന്നും അല്ല. എവിടെ അത് നിനക്ക് തോന്നിയായിരിക്കും. പോട്ടടാ, അമ്മ മേടിച്ചേരാ കേക്ക് നിനക്ക്. അയ്യേ, ഇവിടുന്ന് 2 വയസ്സിലുള്ള പിള്ളേ കേക്ക് കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് പടങ്ങാനായിട്ട്. അവൻ പുലിക്കുട്ടിയാണ്, പുലിക്കുട്ടി അല്ലേ? എന്താ അപശബ്ദം? പുലി അലറിയതാണോ? പാറുവേ, നീ പറഞ്ഞത് കറക്റ്റ് ആണ്ടോ? അവന്റെ കണ്ണിന് എന്തോ പൊടി പോയതാണ്. നിന്നെയൊക്കെ എന്താ വേണ്ട പറയാമോ? നിന്നെയൊക്കെ കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. എന്താ സിദ്ധു? ഇല്ല, അവനിവിടെ ഇല്ല. അത് ദേഷ്യം പിടിച്ച് അങ്ങോട്ടോ പോയിട്ടുണ്ട്. പിന്നെ അവന് കേക്ക് ഇഷ്ടമല്ലാതിരിക്കുവോ? എന്റെ സിദ്ധു, അവൻ രാവിലെ നമുക്കൊരു പണി തന്നു, നമ്മൾ തിരിച്ച് അങ്ങോട്ടൊരു പണി കൊടുത്തു. അത് അത്രേ ഉള്ളൂ. കറക്റ്റ് സമയത്ത് ബാലാകേരെ പോലെ അമ്മ കയറി വന്നു ഒരു കേക്കും കൊണ്ട്. സത്യം പറഞ്ഞ അമ്മയാണ് ഇതിനൊരു കാരണമായത്. ആന്നേ തിരക്കാ? എന്നാ പിന്നെ വിളിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. വൈകുന്നേരം വിളിക്കാം. ശരി. അങ്ങനെ ആ കഥ ഗൾഫിലുള്ളവരെ കൂടി വിളിച്ചറിയിച്ച്. നാണം ഇല്ലേ നിനക്ക്? ഈ കൊതിക്കഥയൊക്കെ ആ സിദ്ധുവിനെ വിളിച്ച് പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? സിദ്ധുവിന് ഇങ്ങനത്തെ കഥയൊക്കെ കേൾക്കണ ഭയങ്കര ഇഷ്ടമമ്മ. ഇഷ്ടമാണമ്മ. പക്ഷെ എനിക്കിപ്പോ പേടി അതല്ല. ഈ സിദ്ധുവും കേശുവും ഭയങ്കര കമ്പനിയാണ്. ഇവര് തമ്മിൽ സംസാരിക്കുമ്പോഴത്തേക്ക് സിദ്ധു ഈ കാര്യം എടുത്തിടും, മിക്കവാറും കേശുവിനെ പഞ്ഞിക്കിടും. അത് ഉറപ്പുള്ള കാര്യമല്ലേ? നിനക്ക് എന്നാലും എങ്ങനെ മനസ്സ് വന്ന് ഒരു കഷ്ടം പോലെ അവന് കൊടുക്കാണ്ട് കഴിക്കാൻ? അമ്മ, സംഗതി ഇവര് കാണിച്ചത് കുറച്ച് മോശമായി പോയി. പക്ഷെ നല്ലത് വേണമായിരുന്നമ്മ. ഇവരുണ്ടല്ലോ ഈ ലോകത്തുള്ള എല്ലാ കാര്യത്തിലും ഭയങ്കര വിവരവും ബുദ്ധിയാ. പക്ഷെ ഭക്ഷണത്തിന്റെ കാര്യം വന്നാൽ മാത്രം ഇത്രേ ആക്രാന്തം പിടിച്ചവനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ മുന്നും പിന്നെ നോക്കിയിട്ട് കഴിച്ചു കളയും. ഇവര് കാണിച്ചതാ? അപ്പൊ നീ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ലേ? ഇതാരുടെ സ്വഭാവം എന്തോ. അച്ഛനാണെങ്കിൽ എന്ത് സാധനം കയ്യിൽ കിട്ടിയാലും എല്ലാവർക്കും കൊടുക്കണം. അപ്പൊ അമ്മയ്ക്കോ? അമ്മ അടുത്ത കൈക്ക് ഉപ്പ് തയ്ക്കാറില്ല. കിട്ടിയ അവസരം അങ്ങ് കയറി ഗോളടിക്കുക. എല്ലാരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. കയ്യിലെന്ന് തോന്നുന്നു. കയ്യിലോ? കണ്ടിട്ട് മനസ്സിലായില്ല. നേരത്തെ ഇവിടെ നിന്ന് എല്ലാവരും കഴിച്ചല്ലോ പ്ലം കേക്ക്. അതാണ് സൂപ്പർ പ്ലം കേക്കാണ്. ഒരു പ്ലേറ്റും കത്തിയും വേണമായിരുന്നല്ലോ. ഞാൻ എടുത്തോളാം. വാശിയാണ്. ആരുടെ മോനാണ്? ഓർമ്മയുണ്ടോ അച്ഛൻ്റെ കഥ? പഴംപൊരി കൊടുക്കാത്ത എൻ്റെ ദേഷ്യത്തിന് വാഴക്കൊല
അങ്ങനെ തന്നെ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഒറ്റയ്ക്ക് പഴംപൊരി ഉണ്ടാക്കി കഴിച്ചതേ. പിന്നെ ഇവൻ കാണിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അവനൊരു പ്രതികാര ദാഹിയാണ്. നിന്റെയൊക്കെ അടുത്ത് അത് കാണിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഒരു കഷ്ണം കൊടുത്തുകൂടായിരുന്നു? എന്നാലോടാ വീര, നമ്മളെ തോൽപ്പിച്ചോളുന്നല്ലോ. ഹേയ്, ഇത് വാങ്ങിച്ച ബേക്കറി ഉണ്ടല്ലോ, അല്ല കിടുക്കൊരു ബേക്കറിയാണ്. ഡേയ് അങ്ങോട്ട് മാറിയില്ല, അങ്ങോട്ട് മാറിയില്ലേ. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഒറ്റയ്ക്ക് കഴിക്കാൻ ഭയങ്കര പാടാ. ഞാൻ കഴിച്ചോളാം, കഴിച്ചല്ലേ പറ്റൂ. ഓ, വായിന്ന് ഇപ്പോഴേ വെള്ളം വന്നു തുടങ്ങി കേശുവിൻ്റെ. ഇവിടെ എൻ്റെ വായിന്ന് മാത്രമല്ല, പലരുടെയും വായിന്ന് വെള്ളം വന്നു തുടങ്ങി. കൊച്ചോട്ടെ എനിക്ക് കേൾക്കാന്നില്ലെങ്കിൽ ഗോവിക്കും. ഇല്ല ഇല്ല, ദൈവം കോപിക്കൂല. ഞാനും ദൈവവും തമ്മിൽ നല്ല ടേംസാണ്. ഞാൻ പറഞ്ഞോളാം പുള്ളിക്കാരനോട് കോപിക്കില്ലേന്ന്, കേട്ടാ. ശിവ, എന്താടാ? നീ ട്യൂഷന് പോകണില്ലേടി? പോണം. പോണം. നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഇപ്പൊ നീ വരെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. തന്നെ? ആ അമ്മോയ്, എന്നാ മോനെ എന്തേ അച്ഛൻ പോരും. അച്ഛയെ പോലും അച്ഛനോട് ചോദിക്കടാ. അച്ഛൻ പറഞ്ഞിട്ടാണോ പോണ പോകുമ്പോൾ നോക്ക്. നീ രാവിലെ ഇങ്ങോട്ടൊരു ഉടായ്പ പരിപാടി കാണിച്ചപ്പോൾ നമ്മൾ തിരിച്ച് അങ്ങോട്ടൊരു ഉടായ്പ പരിപാടി കാണിച്ച്. അത് അതോടെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്, കഴിഞ്ഞു ആ പ്രശ്നം. ആ അപ്പൊ ഇനിയിപ്പോ നമ്മൾ തമ്മിൽ ഒരു അകൽച്ചയൊക്കെ വേണോ? എൻ്റെ അമ്മ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് നമ്മൾ എല്ലാവരുമായിട്ട് ഒരു കൈ അകല പാലിച്ചിരിക്കണം. അല്ലേ അമ്മ? ആ കയ്യകലം പുറത്തുള്ളവരുമായിട്ട്. നമ്മൾ ഒരേ കുടുംബത്തിലുള്ള ആൾക്കാരല്ലേ, ഒരേ വീട്ടിൽ അങ്ങനെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല മോനെ. അത് കറക്റ്റ് അമ്മ പറഞ്ഞത്. അമ്മ നേരത്തെ പ്ലം കേക്ക് കുറച്ചേ കഴിച്ചുള്ളൂ അല്ലേ? എനിക്കത്ര മധുരം കഴിക്കണ പതിവ് ഇല്ലല്ലോ, അതുകൊണ്ട് കുറച്ചേ കഴിച്ചുള്ളൂ. ഇഷ്ടപ്പെട്ടാ? നല്ല കേക്കായിരുന്നു. നല്ല കേക്കല്ലേ? ഇത് അതിൽ സൂപ്പർ കേക്കായിരിക്കും. പ്ലം കേക്ക് തന്നാ അമ്മ കഴിക്കൂ? പിന്നെ കഴിക്കൂലേ? ഒരെണ്ണം കിട്ടിയാ കൊള്ളാവുന്നുണ്ടോ? പിന്നെ ഉണ്ടാവൂലേ? അച്ഛനോട് വിളിച്ചു പറഞ്ഞാൽ മതി, അച്ഛൻ വരുമ്പോൾ മേടിച്ചോണ്ട് വരും. ഭാര്യ എന്ത് പറഞ്ഞാലും മേടിച്ചിരുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ. അപ്പൊ നീ ഒറ്റയ്ക്ക് കഴിക്കാൻ തീരുമാനം എടുത്തല്ലേ? തീരുമാനം എടുത്തല്ലോ. ആ തീരുമാനം ഈ അടുത്ത് വീട് മാറിപ്പോയി. നീ ഇത് വേണമെങ്കിൽ കഴിക്കാമായിരുന്നു പുറത്ത് വെച്ച്. പക്ഷെ ഈ വീട്ടിലത് പറ്റില്ലെന്ന് നിനക്കറിയില്ല മോനെ. പറ്റുമല്ലോ. പറ്റുമോ? നീ ഒന്ന് കഴിക്കടാ. എല്ലാരോടും കേൾക്കുന്നുണ്ടല്ലോ. ഒരു കഷ്ണം കടിക്കുവാണി കഴിച്ചതന്നെ കൊടുക്ക. ഒരു കഷ്ണം കൊടുക്ക്. മര്യാദക്ക് ആ കേക്ക് ഇവിടെ കൊണ്ടുവന്ന് അതെല്ലാവർക്കും കൂടെ ഭാഗിച്ച് എല്ലാവരും കൂടെ സന്തോഷമായിട്ട് കഴിച്ചേക്ക്. എനിക്ക് കൂടുതൽ കഴിക്കാമായിരുന്നു. നിന്റെ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷയാണിത്. ആക്രാന്തം പാടില്ല കേട്ടാ. കൊടുക്കരുത്, ഇനി ഒരു കഷ്ണം പോലും ഞാൻ കൊടുക്കരുത്. നിങ്ങൾ കഴിച്ചോ മൊത്തം. ആഹാ